എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്ക് കുറച്ച് ഫേസിനെ കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് കാലുവേദനയായിട്ടാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളൊന്ന് വീട്ടിലേക്ക് വരും, പേഴ്സണലായിട്ട് ഡോക്ടറിനെ വീട്ടിൽ വന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് കാര്യത്തിന്, അപ്പോൾ കാലുവേദനയായിട്ട് പോയതാണല്ലോ നമുക്കപ്പോൾ ഇതിനപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, മുഖമൊക്കെ വല്ലാതെ ഡള്ളായിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത് കൈയുടെ ഈ ഒരു ഭാഗമാണ്, കാണില്ലേ, ഈ ഒരു ഭാഗമാണ്. അപ്പൊ എന്റെ കൈയും ഈ മുഖവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മുഖത്ത് ടാനൊക്കെ അടിച്ചിട്ട് ആകെ വല്ലാതെ ആയിട്ടുണ്ട്, വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ടെൻഷനായിട്ടാ, ഫേസിന് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ, അതും നമ്മളെക്കാൾ അറിവുള്ള ഡോക്ടറായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് കളറാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം ദൈവം തന്നത് നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. ഞാനാണെങ്കിൽ അങ്ങനെ ബ്യൂട്ടി ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. നോർമലി ഒരു പൗഡർ ഇടും, അങ്ങനെ ഒരുങ്ങി അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. അതിലൊരു സൺസ്ക്രീം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഡോക്ടർ നിസ്സാരമായിട്ടുള്ളൊരു ക്രീം എനിക്ക് എഴുതി തന്നു. പക്ഷെ ആ ക്രീം എനിക്ക് 2 ദിവസം, ഒരു 100 രൂപ വില വരുന്ന ഒരു ചെറിയൊരു ക്രീമല്ല, ഒരു ഓയിൽമെന്റ് പോലത്തെ ഒരു സംഭവം, 2 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോഴേക്കും എൻ്റെ ഫേസിന് വല്ലാത്തൊരു മാറ്റം വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോഴേക്കും കുറച്ച് വെയിൽ കൊണ്ടപ്പോഴേക്കും നന്നായിട്ട് പിന്നെയും ടാൻ അടിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് അങ്ങനെ ഫേസിൽ വീണ്ടും ഡള്ളാവാൻ തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എന്നും രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ വെള്ളം കുടിക്കുക, അതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക, അതും നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ എഴുതി തന്ന ആ ഒരു ഫേസ് വാഷിൽ ഉണ്ടായിരുന്നത് സാലിസിലിക് ആസിഡിന്റെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ അതൊരു സംഭവം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഇതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 3 മാസത്തിൽ മേലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഒരു തുള്ളി എടുത്തിട്ട് വെള്ളത്തിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ ഒരു ബോട്ടിലാണ്, ഇതിപ്പോ ഒരു പകുതി ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഓൾറെഡി ഒരെണ്ണം കൂടി ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് നമ്മളിത് യൂസ് ചെയ്തിട്ട് ഗുണമുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. തീർന്നു പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോണിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖം വാഷ് ചെയ്യാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫേസിലേക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കമ്പനിയും സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പ്ലമ്മിന്റെ ഈ ഒരു ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ തന്നെ നമ്മുടെ ഫേസിന് പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസമൊക്കെ വരുത്താനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റോസ് വാട്ടർ. നിങ്ങൾ പിന്നെ കമ്പനിയുടെ ഒന്നും വേണമെന്നില്ല, നിങ്ങൾ നോർമലി സാധാരണ റോസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്നെയിൽ മ്യൂസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സിറം. ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഫേസിന് ചേഞ്ച് നന്നായിട്ട് വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ. ഇത് നമ്മുടെ 2ാമത്തെ ബോട്ടിലാണ്. ഒരെണ്ണം ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് നമ്മുടെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇനി നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സിറം ആണ്, വൈറ്റമിൻ സിയുടെ സിറം ആണ്. പ്ലം എന്ന ബ്രാൻഡിന്റെ വൈറ്റമിൻ സിയുടെ ഒരു സിറം ആണ്. അപ്പൊ ഇതും ഞാൻ എൻ്റെ ഫേസിലേക്ക് രാവിലെ തന്നെ അപ്ലൈ ചെയ്യും. നമ്മൾ എന്തൊക്കെ തന്നെ യൂസ് ചെയ്താലും ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് സൺസ്ക്രീൻ. ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുള്ളത്. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ള സൺസ്ക്രീൻ തന്നെ മേടിക്കണം, അതാണ് ഏറ്റവും എഫക്റ്റ് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ളതെന്ന് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യം ഞാൻ മിനിമലിസ്റ്റിന്റെ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം വാങ്ങി നമ്മൾ യൂസ് ചെയ്ത് തീരാനാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തതും വാങ്ങിയിട്ടുണ്ട്, കാരണം അത്ര നല്ലതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള മോയ്സ്ചറൈസറും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക രാവിലെ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 10-11 മണിയാകുമ്പോൾ വീട്ടിൽ നിൽക്കണമെങ്കിൽ കൂടി ഒന്നുകൂടി നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അങ്ങനെ ഡെയിലി 2 തവണ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡെർമാകോമിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഒരെണ്ണം ഉപയോഗിച്ചിട്ട് തീർന്നിട്ട് അടുത്തത് ഞാൻ വാങ്ങിയതാണിത്. അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ലതാണ് അല്ലെങ്കിൽ എനിക്കും കൂടി നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സ്കിന്നിനെ എന്താ പറയാ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊരു ക്രീം റെഡിയാക്കാം. അതായത് നമുക്ക് ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീം. കുറച്ച് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ്ട് പുറത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ക്രീം. അപ്പം അത് നല്ലതാണ്. സ്കിന്നൊക്കെ ഹെൽത്തി ആവാനും ബ്രൈറ്റ് ആകാനും ഡാർക്ക് സർക്കിൾ മാറാനും അതുപോലെ തന്നെ കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാട് മാറാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സംഭവങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കുന്ന ഒരു പാത്രം തന്നെ എടുത്ത് വെക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ബീറ്റ്റൂട്ടിൻ്റെ പൗഡറാണ്. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു ബീറ്റ്റൂട്ട് നന്നായിട്ട് ചീകി എടുത്തിട്ട് ശേഷം ഒന്ന് മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ജ്യൂസ് മാത്രം ഒരു ചട്ടിയിലോ ഒരു പാത്രത്തിലോ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ചേർക്കാം കേട്ടോ. ഇത് ആരീസ് ഹെർബൽസിന്റെ ബീറ്റ്റൂട്ട് പൗഡറാണ്. ഇത് അകത്ത് കഴിക്കാനും ജ്യൂസായിട്ടൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ തണലത്ത് ഉണക്കി തയ്യാറാക്കുന്ന പൗഡറാണ്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ഓയിലാണ്. നമ്മൾ അതിന് തയ്യാറാക്കി സെയിൽ ചെയ്യുന്ന ക്യാരറ്റ് ഓയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്യാരറ്റ് ഓയിൽ ഇല്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതൊരു കുഴമ്പ് രൂപത്തിൽ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പപ്പായയുടെ ജെല്ലാണ്. പപ്പായയുടെ ജെല്ല് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പപ്പായയുടെ പൾപ്പ് നന്നായിട്ട് ഒന്ന് എന്താ പറയുക പഴുത്ത പപ്പായ നന്നായിട്ട് ഉടച്ച് ഒരു പൾപ്പ് രൂപത്തിലാക്കിയിട്ട് ഒരു സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് അധികം ദിവസം വെക്കാൻ സാധിക്കില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പപ്പായയുടെ പൾപ്പ് ഒരു ടേബിൾ സ്പൂണോളം ഇതുപോലെ ജെല്ലാണ്, പപ്പായയുടെ ജെല്ല് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി സെയിൽ ചെയ്ത് നമ്മുടെ ആരീസ് ഹെർബൽസിന്റെ തന്നെ അലോവേര ജെല്ലാണ് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് ഉപയോഗിക്കാം, പക്ഷെ അത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല, എൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ഇതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു മാജിക്കൽ ക്രീം എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടെയ്നർ ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലും കാലിലും മുഖത്തും കഴുത്തും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് തേച്ച് കൊടുക്കാം. നല്ലൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു റിവ്യൂ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ക്രീമും കാര്യങ്ങളും റെഡി ആക്കിയിട്ടുള്ളത്. ഇത് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു 1.5 ആഴ്ച നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസം വരുന്നതായിട്ട് കാണാം. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളതൊക്കെ മതി, അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേണ്ടപ്പെട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, അതായത് അവരുടെ സ്കിന്നൊക്കെ ഇതായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.